ഷാഫി വിഷയത്തിൽ രാത്രി വൈകിയും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം കനക്കുകയാണ്. പേരാമ്പ്രയിലും എറണാകുളത്തുമെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫിക്കെതിരെ ഉണ്ടായ അതിക്രമത്തിൽ കോൺഗ്രസിലെ സകല നേതാക്കന്മാരും പ്രതികരിച്ചു എങ്കിലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാത്രമാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം വന്നത്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമൊന്നുമില്ലെങ്കിലും ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിലും സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ദുബൈയിലേക്ക് കടന്നു കളഞ്ഞ കേക്കച്ചനും ഏതാണ്ട് 2 മണിയോടുകൂടി മാത്രമാണ് പ്രതികരണം അറിയിച്ചത്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനുമെതിരെ പാർട്ടി പ്രവർത്തകർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമാണ് ഈ 2 മോന്മാർ പ്രതികരണവുമായി വന്നത്. ഇവന്മാർ ദുബൈയിൽ പോയിരിക്കുകയാണത്രേ. നമുക്കറിയാം, ഷാഫിയെ വടകരയിൽ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ ഈ കേക്കച്ചനും സംഘവും ദുബൈയിലായിരുന്നു. ഇന്നലെ ഷാഫിയെ വധിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടാവാം ഈ 2 ദുബൈയിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. എന്നിട്ട് നാണം കെട്ട് നാട്ടുകാർ എന്ത് പറയുമെന്ന് കരുതിയായിരിക്കണം ഒരുപക്ഷെ പ്രതികരണം അറിയിച്ചത്. പക്ഷേ കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ ശക്തമായി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കേരളത്തിലെ തെരുവുകളിൽ നിറയുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണുവാൻ സാധിച്ചത്. രാഷ്ട്ര കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കോൺഗ്രസിലെ യുവപ്രവർത്തകർ യുവ നേതാക്കന്മാർ കാഴ്ചവെച്ചത്. ഷാഫിക്ക് സകല പിന്തുണയും നേർന്നുകൊണ്ട് രാഹുലും ഫിറോസും എത്തിയിരുന്നു. അവരുടെ ആ പ്രതികരണങ്ങളും മാധ്യമങ്ങൾക്ക് നൽകിയ ആ ബൈറ്റുമെല്ലാം പ്രവർത്തകരെ കുറച്ചൊന്നുമല്ല ഊർജ്ജസ്വരലാക്കിയത്. ഷാഫി വിഷയം ആളിക്കത്തുമ്പോൾ ഷാഫിയെ ഏറ്റവും ആദ്യം ആശുപത്രിയിൽ എത്തിക്കണ്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇന്ന് തന്റെ മണ്ഡലത്തിലെത്തുകയും അവിടുത്തെ പല പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. തടയാൻ ഒരൊറ്റ അന്തംഗമ്മികളോ BJP-കാരന്മാരോ ഉണ്ടായിരുന്നില്ല. കാരണം സ്വർണ്ണക്കൊള്ളയിൽ ചെമ്പ് തെളിഞ്ഞ് ആകെ നെട്ടോട്ടമോടുകയാണ്. അതുപോലെ പിണറായി വിജയന്റെ മകനെ ED ചോദ്യം ചെയ്യുവാൻ സമൻസ് അയച്ചിട്ട് അതെങ്ങനെ മുക്കി, എന്തുകൊണ്ട് മുക്കി, ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവന്മാർ രഹസ്യമാക്കി വെച്ച വിവരം ഇന്ന് പുറത്തു വന്നതോടുകൂടി തന്നെ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയത്തിനുമേൽ മറ്റൊരു വിഷയം വന്ന് 2026 തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ VD സതീശനുമായി പദ്ധതികളെല്ലാം ഉണ്ടാക്കി മൂന്നാമതും തുടർ ഭരണം ഉണ്ടാകും എന്ന് കരുതി സമുദായ നേതാക്കളടക്കം ഈ നാണംകെട്ട വെള്ളാപ്പള്ളി അടക്കം NSSലെ സുകുമാരൻ നായരടക്കം പിണറായിയോടൊപ്പം ഒട്ടുനീക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അപകടവും അബദ്ധവും മനസ്സിലായി. ഇത് ഈ കേക്കച്ചനുമൊത്ത് പിണറായി വിജയൻ നടത്തിയ ഒരു നാടകമാണ്. തുടർഭരണം ഉണ്ടാക്കുവാൻ സമുദായ നേതാക്കന്മാരെ വിലക്കെടുത്ത് ഈ കേക്കച്ചനെ വിലക്കെടുത്ത് നടത്തുന്ന നാടകങ്ങളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ സാധ്യതയുള്ള യുവനേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തി ഒതുക്കിയ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തെ വ്യക്തിഹത്യ നടത്തി ഒതുക്കി. ഷാഫിയെ ആൾക്കൂട്ടത്തെ ഉപയോഗിച്ച് അക്രമികളെ ഉപയോഗിച്ച് വധിക്കുവാൻ ശ്രമിച്ചു. അതുപോലെ ഫിറോസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് ഷാഫി വിഷയത്തിൽ ഈ 3 നേതാക്കന്മാരും ഒന്നിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ ഊർജം ചെറുതൊന്നുമല്ല. ഇത് കണ്ട് വെപ്രാളത്തിലായത്, വെകളി പിടിച്ചത് 2 പേർക്കാണ്. 1 കേക്കച്ചനും, 2 അരമന കിങ്ങിണിക്കും, 3 KC വേണുഗോപാലിനും. കർണാടക ലോബിയുടെ നിർദ്ദേശമനുസരിച്ച് ഇവരെ വെട്ടിയൊതുക്കുവാൻ നൽകിയ ആ കൊട്ടേഷനാണ് പാളിപ്പോയത്. ഇനി പ്രേക്ഷകരെ, പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ആ ദൃശ്യം കണ്ട ശേഷം നമുക്ക് ഉടനെ മടങ്ങി വരാം. എന്റെ വാർഡിൽ 1 പൈസ പോലും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്തായാലും MLA ഫണ്ട് വെച്ചു, MP ഫണ്ട് വെച്ചു, ആ ഫണ്ട് കിട്ടി, ഈ ഫണ്ട് കിട്ടി എന്നൊക്കെ നിങ്ങൾ വെറുതെ അങ്ങനെ കള്ളം പറയാൻ പറ്റുന്നുണ്ട്. ഈ ഫണ്ട് കിട്ടേണ്ടവർ കിട്ടുന്നില്ല, കള്ളം പറയാൻ പറ്റുന്നു. MBA കിട്ടാനും പറയും ഒരു ഫണ്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ MLA എന്നോട് പറഞ്ഞു, ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാവരും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഷാഫിയെ വിളിച്ചിട്ട് ഇങ്ങനെ ഫണ്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു, മനുഷ്യർക്കെന്തെങ്കിലും കൊടുക്കണ്ടേ, കാരണം അവരെ നിങ്ങളൊന്നും കൊടുത്തിട്ടില്ലോ. അതുപോലെ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നതാണ് അവർ കൊടുത്തില്ലെങ്കിൽ സാധിക്കില്ല. അപ്പൊ എന്തായാലും ഒരു വാർഡിന്റെ കൗൺസിലർ നിരന്തരമായി ജനപ്രതിനിധികൾ, അത് MLA ആയാലും MP ആയാലും മുനിസിപ്പാലിറ്റിയിലായാലും, ഞാൻ എപ്പോഴും ചോദിക്കും, മുനിസിപ്പാലിറ്റിയിൽ ഞാൻ MLA ആയതിനു ശേഷം 10 മാസത്തോളം ആകും MLA ആയിട്ട്.
MLA ആകുമ്പോൾ ഞാൻ ആദ്യം എടുത്ത തീരുമാനങ്ങളൊന്ന് അന്ന് ചാനലുകൾ ജയിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. എന്നോട് ചോദിച്ചു MLA ആകുമ്പോൾ എന്ത് ചോദിച്ചു. ഇതിനെപ്പറ്റിയല്ല പറയുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ കണ്ടത് കയറി കിടക്കാൻ ഒരു നല്ല വീടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർ. ഞാൻ പാലക്കാട് UDF കൺവീനറുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഷാഫിയെ പോലീസ് ആക്രമിച്ച സംഭവത്തിൽ രാത്രി വൈകിയും സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങളും അക്രമങ്ങളും തുടരുകയാണ്. പേരാമ്പ്രയിലും എറണാകുളത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആ പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായി പോലീസിനും പിണറായി സർക്കാരിനും തക്കതായ സന്ദേശം നൽകിക്കൊണ്ട് ഷാഫിയുടെ ചോരയ്ക്ക് ഞങ്ങൾ കണക്ക് ചോദിക്കും, ഷാഫിയെ ആക്രമിച്ച എല്ലാ പോലീസുകാരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലീസുകാരുടെ വീടുകളിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്കുമാണ് മാർച്ച് നടത്തിയത്. ഓർക്കുക, കോൺഗ്രസ് പ്രവർത്തകർ ഇത്രയും ആത്മാർത്ഥമായി ശക്തമായി പ്രതികരിക്കുമ്പോൾ കേരളത്തിലെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരായ കേക്കച്ചനും അരമനക്കുണ്ടനും ദുബൈയിൽ പോയിരിക്കുകയാണ്. ഇത്രയും തിടുക്കപ്പെട്ട് ദുബൈയിൽ പോയി ഇവന്മാർ എന്ത് കച്ചവടത്തിന് പോയതാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കണം. ഷാഫിയെ വടകരയിൽ അന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിച്ച അന്നും ഈ കേക്കച്ചൻ ദുബായിലേക്ക് പറന്നിരുന്നു. അതുപോലെ ഇന്നലെ രാത്രി ഷാഫിയെ തീർക്കുവാനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കി ഇവന്മാർ രാജ്യം വിട്ടിരുന്നു. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിലുള്ള സകല നേതാക്കന്മാരും പ്രതികരണം അറിയിച്ചപ്പോൾ ഇവന്മാരുടെ ഉത്തരവുകൾക്കും അനുമതികൾക്കും കാത്തു നിൽക്കാതെ പ്രവർത്തകർ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയപ്പോഴും ഈ നാണം കെട്ടവന്മാരെ കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഏതോ വാഷ്റൂമിൽ കയറി ആരുടെയോ കക്കൂസിലിരുന്നു കൊണ്ട് ഈ കേക്കച്ചൻ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ 2 മിനിറ്റ് ദൈർഘ്യം വരുന്ന ആർക്കാണ്ടും വേണ്ടി ടോക്കാനിക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രതികരണം പടച്ചുവിട്ടത്. അത് സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ചിലരൊക്കെ കൊടുത്തു. അത് എത്ര പേർ കണ്ടു എന്ന് നിങ്ങൾ നോക്കുക. അതേസമയം ഷാഫിക്ക് പിന്തുണയുമായി എത്തിയ രാഹുലിന്റെയും ഫിറോസിന്റെയും ഒക്കെ ആ ബൈറ്റുകൾ എത്ര ലക്ഷം ജനങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതിനോടകം. അതിനകത്ത് വരുന്ന പോസിറ്റീവായ കമന്റുകൾ കാണുക. ഇത്രയും മിടുക്കന്മാരായ ചെറുപ്പക്കാരെ അകറ്റി നിർത്തി അവർ ഈ വിഷയം അവർ അടികൊണ്ടിട്ടും അവർ ഈ ശബരിമല വിഷയം എടുത്തുന്നയിച്ചപ്പോൾ അത് ജനമനസ്സുകളിലേക്ക് കടക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത് നമ്മൾ കണ്ടു. 2 ആഴ്ചകളായി ഈ നാണം കെട്ടവന്മാർ ശബരിമല വിഷയം എടുത്ത് അലക്കുവാൻ ശ്രമിക്കുന്നു. സഭയിൽ നാണം കെട്ടു. സഭയിൽ 21 ബില്ലുകൾ പാസ്സാക്കുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തു. സഭയിൽ ഏതൊക്കെ ബില്ലുകളാണ് പാസ്സാക്കിയതെന്ന് ഈ നാണം കെട്ടന്മാർ അറിഞ്ഞില്ല. അവസാനം 3 MLA-മാരുടെ സസ്പെൻഷൻ മേടിച്ചുകൊണ്ട് ഇന്നലെ തലയും കുനിച്ച് നിയമസഭയിൽ നിന്ന് ഇറങ്ങി ഇവന്മാർ പത്തനംതിട്ടയിൽ പോയി വിശ്വാസ സംഗമം നടത്തി. അതും നാണം കെട്ട രീതിയിൽ പരാജയപ്പെട്ടു. കോൺഗ്രസിലെ ഈ മുതുകളവന്മാർ ഒഴികെ ഒരൊറ്റ വിശ്വാസികൾ പോലും ആ വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്തില്ല. അത് തീവട്ടി സംഗമമായി പര്യവസാനിച്ചു. കോൺഗ്രസിലെ കസേരമോഹികളായ കടൽക്കിഴവന്മാരുടെ സമ്മേളനം എന്ന് പറയുന്നതാവും അതിന് ശരി. എന്നാൽ ഷാഫിക്കെതിരെ ഒരു അക്രമമുണ്ടായപ്പോൾ, ഷാഫിയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ സകലതും പറഞ്ഞ് സകലരും യുവനേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരും ഉൾപ്പെടെ ഷാഫിക്ക് പിന്തുണയുമായി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഈ വൈകിയ വേളയിലും ഈ ശനിയാഴ്ച രാത്രിയിലും പ്രവർത്തകരുടെ പ്രതിഷേധം അണപൊട്ടിയൊഴുകുകയാണ്. എറണാകുളത്തും പേരാമ്പ്രയിലും നടന്ന ആ പ്രതിഷേധ പ്രകടനങ്ങൾ കാണുക. ഇതൊക്കെ കണ്ട് ചെറുത് വിട്ടുകൊണ്ട് നമ്മുടെ കേക്കച്ചനും അരമനക്കുണ്ടനും ദുബൈയിൽ ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ദുബൈയിൽ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് പ്രവർത്തകരെ, ഈ നാണം കെട്ടവന്മാർ ദുബൈയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തിങ്കളാഴ്ച ഈ നാറുകളെ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിർത്തണം. ഇവന്മാർ അടി കിട്ടുന്നതിന്റെ സുഖം മനസ്സിലാക്കട്ടെ, ദേഹം വേർക്കുന്നതിന്റെ ഗുണം മനസ്സിലാക്കട്ടെ. ഈ നാണം കെട്ടവന്മാർ നിങ്ങളുടെ ചോര വീഴുന്നത് കാണാൻ വേണ്ടി പോയി ദുബൈയിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ ആ ചോര കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കാമെന്ന് കരുതി ഈ നാണം കെട്ടവന്മാർ ദുബൈയിൽ പോയിരിക്കുകയാണ്. ഇവന്മാർ നാട്ടിൽ തിരികെ എത്തുമ്പോൾ ഇവനെയൊക്കെ പിടിച്ചു വലിച്ച് സമരമുഖത്തിടണം. സമരത്തിന്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ പറയണം. പോലീസുകാരുടെ അടി വരുമ്പോൾ മുന്നിൽ നിന്ന് തടയുവാൻ പറയണം. ഈ നാണം കെട്ടവന്മാർ നിങ്ങളുടെ ചോര കൊണ്ട് ഇനിയും ജീവിക്കുവാൻ ആസ്വദിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ നാണം കെട്ടവന്മാർ AC മുറിയിൽ കയറി ദുബൈയിൽ വല്ലവന്മാരുടെയും റൂമിൽ കയറി ഇപ്പോൾ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തകർ പോലീസിന്റെ അടികൊള്ളുകയാണ്. ഇതിനാണ് പണ്ടൊരു പഴഞ്ചൊല്ല് പറയുന്നത്, അമ്മയ്ക്ക് പ്രസവവേദന മകൾക്ക് വീണവായന എന്ന് പറയുമ്പോൾ ഇതാ പ്രവർത്തകർക്ക് ഇവിടെ പ്രാണവേദനയും കേക്കച്ചനും
അരമനക്കുണ്ടനും ഇവിടെ വീണ വായനയുമാണ്. വീണ വായിച്ച് ഇവിടെ ഇരിക്കുകയല്ല, അങ്ങ് ദുഫയിൽ പോയി സുഖിക്കുകയാണ് ഇവന്മാരെ പിടിച്ച് നിങ്ങൾ നിരത്തിലിറക്കണം, തെരുവിലിറക്കണം. ഇവന്റെയൊക്കെ കതറൊന്ന് ഉടയട്ടെ, ഇവന്റെയൊക്കെ നെറ്റിയിൽ വിയർപ്പ് പൊടിക്കട്ടെ, അടി കിട്ടുന്നതിന്റെ സുഖം ഇവന്മാർ മനസ്സിലാക്കട്ടെ, എങ്കിലേ ഇവന്റെയൊക്കെ ഈ രോഗം മാറുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷാഫിക്ക് വേണ്ടി, ഷാഫിയെക്കെതിരെ പോലീസ് നടത്തിയ നിർണായത്തിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് എറണാകുളത്തും പേരാമ്പ്രയിലും കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം.
പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടത് ഷാഫിയെ മർദ്ദിച്ച വിഷയത്തിൽ പേരാമ്പ്രയിലും എറണാകുളത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ആ പ്രതിഷേധ പ്രകടനങ്ങളാണ്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഷാഫിയെ പോലീസ് മർദ്ദിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിന്റെ അനുമതിയോ ആശീർവാദമോ ഒന്നുമില്ലാതെ അവർ നിരത്തിലിറങ്ങി. അവർ വളരെ ശക്തമായ പ്രതിഷേധം നടത്തുകയുണ്ടായി. അവരിൽ പലർക്കും പോലീസിന്റെ ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എങ്കിലും അവർ വർദ്ധിത വീര്യത്തോടെ ആ സമരം തുടർന്നു, പ്രതിഷേധം തുടർന്നു. ഇപ്പോൾ രാത്രി വൈകിട്ടും ആ സമരവും പ്രതിഷേധവും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഫിയെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലോക്സഭാ സ്പീക്കർക്കും ഷാഫിക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കണം, അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകിക്കഴിഞ്ഞു. നമുക്കറിയാം, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസുകാർ യാതൊരു കാരണവശാലും മുട്ടിന് മുകളിലേക്ക് ലാത്തി ഉപയോഗിച്ച് അടിക്കുവാൻ പാടില്ല എന്നാണ് ചട്ടമെങ്കിലും പോലീസുകാർ ഗുണ്ടകളെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. പ്രവർത്തകരുടെ തല തന്നെ നോക്കി അടിച്ച് പൊട്ടിക്കുന്ന ഒരു ശൈലിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അന്ന് ചെടിച്ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ചു, പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരുടെ തലക്കടിച്ചു. ആലപ്പുഴയിൽ ഇതുപോലെ പോലീസ് മർദ്ദനമുണ്ടായപ്പോൾ സഭയിൽ പിണറായി സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു പോലീസുകാർ യാതൊരു കാരണവശാലും മുട്ടിന് മുകളിലേക്ക് തലയിൽ അടിക്കാൻ പാടില്ല എന്ന്. എന്നാൽ അതിന് എല്ലാം നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. ഷാഫിക്കെതിരെ ആക്രമണം നടന്നപ്പോൾ ഇവർ പറഞ്ഞത് ഷാഫിയുടെ ഷോയാണ്, അത് ചോരയല്ല, ചായം കലക്കി ഒഴിച്ചതാണ് എന്നാണ് ഇവന്മാർ പറഞ്ഞത്. എന്നാൽ ഷാഫിയെ വളഞ്ഞിട്ട് പോലീസുകാർ ലാത്തി കൊണ്ട് തലയിലും മൂക്കിലും മുഖത്തും അടിക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇവന്മാരുടെ വായു മൂടിക്കെട്ടേണ്ട അവസ്ഥയാണ് വന്നത്. ശക്തമായ ലാത്തി ചാർജിനെ തുടർന്ന് ഉണ്ടായ പരിക്കിൽ ഷാഫിയുടെ മൂക്കിന്റെ പാലം തകരുകയും ഏതാണ്ട് 2ഓളം ഒടിവുകൾ മൂക്കിന്റെ പാലത്തിൽ ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഇന്ന് സർജറി നടക്കുകയും ചെയ്തു. അദ്ദേഹം വിശ്രമത്തിലാണ്. ശ്വാസമെടുക്കുവാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ബ്ലീഡിങ്ങോടുകൂടി അദ്ദേഹം ആശുപത്രിയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ നരനായാട്ടിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. എന്നാൽ ഈ സമയം നിങ്ങൾ ഓർക്കുക, ഈ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഈ നാടൻകെട്ടവന്മാർ, ഈ അല്പന്മാർ, ഈ അസൂയ മൂത്ത മുതുകളവന്മാർ ദുഫയിൽ പോയിരിക്കുകയാണ്. ദുഫയിൽ പോയി ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്താതെ, യാതൊരു നിർദ്ദേശവും കൊടുത്തില്ല എങ്കിലും ഇതെല്ലാം കണ്ടറിഞ്ഞ ഷാഫിയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി അവരുടെ പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഇന്ത്യക്കൊട്ടാകെ മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ആ പോലീസ് ഇന്ന് കേവലം കാട്ടാളന്മാരെ പോലെ, കാപാലികരെ പോലെ സർക്കാരിന്റെ നടത്തിപ്പുകാരായി, സർക്കാരിന്റെ കൂലിത്തല്ലുകാരായി മാറി തെരുവ് ഗുണ്ടകളെപ്പോലും നാണിപ്പിക്കുന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്ന അതിക്രൂരമായ പോലീസ് അതിക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റ് അംഗമായ, സംവത്സരങ്ങളോളം നിയമസഭാ സാമാജികനായി പ്രവർത്തിച്ച, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച, കോൺഗ്രസിന്റെ കേരളത്തിലെ KPCC വർക്കിംഗ് പ്രസിഡന്റായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിലിനെ യാതൊരു പ്രകോപനവും കൂടാതെ, ന്യായീകരിക്കാവുന്ന ഒരു കാരണവും കൂടാതെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് ശാരീരികമായ ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണ്. ഷാഫിയുടെ മൂക്കിൽ നിന്നും ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ കേരളമാകെ, രാജ്യമാകെ, ലോകമാകെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വന്ന അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ എല്ല് തകർന്നു പോയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ അദ്ദേഹത്തിന് വേണ്ടി വന്നു. കുറേ ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വരും.
അവിടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷ്യം പൊള്ളയായിരുന്നു എന്ന് ദൃശ്യങ്ങൾ തന്നെ, വിഷ്വൽ മീഡിയ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. പോലീസ് ഒരു പ്രകോപനമില്ലാതെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ മർദ്ദനം അഴിച്ചു വിട്ടത്. പേരാമ്പ്ര കോളേജിലെ തെരഞ്ഞെടുപ്പായിരുന്നു പശ്ചാത്തലം. അവിടെ ഇരുപക്ഷവും, KSU പക്ഷവും KSU വിരുദ്ധ പക്ഷവും അവിടെ ജാഥ നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു. കോൺഗ്രസ് പക്ഷം, KSU പക്ഷം പോലീസിന്റെ അനുമതിയോടുകൂടിയാണ് ജാഥ നടത്താൻ മുന്നോട്ട് വന്നത്. രണ്ടു കൂട്ടരും വെവ്വേറെ സമയം നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ജാഥയുമായി മുന്നോട്ട് പോയ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കളെ അതിക്രൂരമായ മർദ്ദനമാണ് അവർക്ക് നേരെ അടിച്ചുവിട്ടിട്ടുള്ളത്. പോലീസ് മർദ്ദനം, ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള പോലീസ് ഭാഷ്യമായിരുന്നു. പോലീസിന്റെ പൊള്ളയായ ആ വാക്കുകൾ വൃഥാവിലാണ്, കള്ളത്തരമാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഷാഫി ആശുപത്രിയിലാണ്. ഷാഫി മാത്രമല്ല, കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹത്തിനും വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ കണ്ണീർ വാതക ഷെല്ലിന്റെ ക്ഷതമേറ്റ് പലരുടെയും കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എവിടേക്കാണ് നമ്മുടെ പോലീസ് പോകുന്നത്? ഒരു കാലത്ത് നമുക്കറിയാം, കേരളത്തിലെ പോലീസ് ഇന്ത്യക്കൊട്ടാകെ മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ആ പോലീസ് ഇന്ന് കേവലം കാട്ടാളന്മാരെ പോലെ, കാപാലികരെ പോലെ സർക്കാരിന്റെ നടത്തിപ്പുകാരായി, സർക്കാരിന്റെ കൂലിത്തല്ലുകാരായി മാറി തെരുവ് ഗുണ്ടകളെപ്പോലും നാണിപ്പിക്കുന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നു. പോലീസ് സേനയിലെ സാധാരണ അംഗങ്ങൾ അത് അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ സർക്കാരിന്റെ നിലപാടാണ്, നയമാണ്, തെറ്റായ പോലീസ് നയമാണ് ഈ തരത്തിൽ എതിരായി പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിതിനെ ഏതാനും പോലീസുകാർ സ്റ്റേഷനിലിട്ട്, സ്റ്റേഷന് പുറത്തു വെച്ച് അവിടെ വീഡിയോ ദൃശ്യങ്ങൾ കാണാത്ത രീതിയിൽ എത്ര ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. കേരളം കണ്ടതല്ലേ? എവിടേക്കാണ് നമ്മുടെ പോലീസ് പോകുന്നത്? അവർ ധരിച്ചിരിക്കുന്ന യൂണിഫോമിന് തന്നെ അപമാനകരമായ നിലയിലേക്ക് പോകുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.